വഴിയമ്പലം തേടുന്നത് പോലെ 68 കൊല്ലം പാർക്കേണ്ടതിന് ഒരു ശരീരവും അതിനുള്ള ഒരു ഭൂമികയും തൻ്റെ പേരിൽ തീറാധാരം എഴുതി കിട്ടി. അത് വിട്ടുകൊടുത്തുകൊണ്ട് താൻ യാത്രയായി. ഈ യാത്ര യാതനാസ്ഥലത്തേക്കല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇവിടെ കൂടിയവർക്കെല്ലാം ഉറപ്പുണ്ട്. ഈ യാത്ര എന്ന് പറയുന്നത് ഇമ്പങ്ങളുടെ പരദീസയിൽ സ്വർഗീയപുരിയിലേക്കാണ്. അവിടെ നാം ഇനി ചെല്ലുമ്പോൾ, എനിക്ക് മുൻപ് സംസാരിച്ച ദേവദാസന്മാരാരോ പറഞ്ഞതുപോലെ, അവിടെ ചെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കാൻ ഇദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. നമുക്കൊക്കെ മുൻപേ അവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യകരമായ ഒരു കാര്യമാണ്. കർത്താവ് ആ പ്രത്യാശ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പുനരുത്ഥാനത്തിന്റെ യോഗ്യതകൾ ആണ് എനിക്കിവിടെ പറയുവാൻ ആത്മാവ് നിയോഗിക്കുന്നത്. ആരുടെ ശരീരമാണ് ഉയർത്തുവരിക? മരണാനന്തരം കാഹളം കേൾക്കുമ്പോൾ ആരുടെ ശരീരം ഉയർത്തു വരും? ബൈബിൾ ചുമന്നവരുടെ എല്ലാം ശരീരം ഉയർക്കുമോ? ഇല്ല. തമ്പലടിച്ചവരുടെ എല്ലാം ശരീരം ഉയർക്കുമോ? താളമുള്ളൊരു പാട്ടുപാടിയതിന് കേട്ട താളത്തിന് നൃത്തം ചെയ്തവരുടെയൊക്കെ ശരീരം ഉയർത്തു വരുമോ? അങ്ങനൊന്നും ചിന്തിക്കരുത്. ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് ആലയത്തിന്റെ രജിസ്റ്റർ ബുക്കിനകത്ത് പേരുള്ളവരുടെ എല്ലാം ശരീരം ഉയർക്കുമോ? നോ, അങ്ങനെ ചിന്തിക്കരുത്. ആരുടെ ശരീരമാണ് ഉയർത്തു വരിക? 1, 2, 3, 4 ക്വാളിറ്റി പറയാൻ ഒത്തിരിയുണ്ട്. ചിലത് മാത്രം പ്രസക്തമായത് പറഞ്ഞ് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഉയർത്തു വരുവാനുള്ള ഒന്നാമത്തെ യോഗ്യത മരിച്ച വ്യക്തി ക്രിസ്തുവിൽ ജീവിച്ചവനാകണം. ക്രിസ്തുവിൽ ജീവിച്ചവരുടെ ശരീരമാണ് ഉയർത്തു വരിക. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 23-ാമത് വാക്യം വായിക്കുന്നത്, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. Those who belongs to Jesus. ക്രിസ്തുവിനുള്ളവരാരോ അവരുടെ ശരീരമാണ് ഉയർത്തു വരിക. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, 68 കൊല്ലം ഈ പാർത്തലത്തിൽ ജീവിച്ചതിന്റെ ഭൂരിപക്ഷ സമയവും സിംഹഭാഗവും കർത്താവിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ക്രിസ്തുവിലായതുകൊണ്ട്, ക്രിസ്തുവിലാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിൽ ഉയർക്കും. പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ക്രിസ്തുവിൽ ഉള്ളവരാണ് ഉയർത്തു വരിക. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ അകത്തും പുറത്തും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഉറപ്പുണ്ട് താങ്കൾ ക്രിസ്തുവിൻ്റെതാണ്? ലോകത്തിന്റെ ആളുകളുണ്ട്, സംഘടനയുടെ ആളുകളുണ്ട്, സഭയുടെ ആളുകളുണ്ട്, ജനസംഘ ശക്തിയുടെ ആളുകളുണ്ട്, ഏതെങ്കിലും പാർട്ടിയുടെ ആളുകളുണ്ട്, അങ്ങനെ ഒത്തിരി 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 ഉടമസ്ഥാവകാശങ്ങളുണ്ട്. പക്ഷെ ആരാണോ ക്രിസ്തുവിൻ്റെത് അവൻ ഉയർത്തു വരിക തന്നെ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു ഉയർത്തേറ്റ ഒരു വ്യക്തി പ്രഭാവമാണ്. അപ്പൊ ക്രിസ്തുവിനുള്ളവർ ഉയർത്തു വരും. മറ്റൊന്നുകൂടെ ഞാൻ പറയാം, ആരാണ് ഉയർത്തു വരിക? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 13-14 വാക്യം. 1 കൊരിന്ത്യർ 6:13 ഇങ്ങനെ പറയുന്നു, ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിന്. ഗംഭീരമായ വാക്യമാണ്. ദൈവമക്കൾ എല്ലാവരും ആഴത്തിൽ പഠിക്കേണ്ട ഒരു വാക്യമാണ്. ഇവിടെ ഞാൻ മരണദുഃഖത്തിന്റെ വിചാരങ്ങളൊന്നും നിന്ന് നിങ്ങളുടെ കണ്ണിനെ വീണ്ടും നനയിക്കാൻ ഞാൻ ഒരുപെടുന്നില്ല. വിശ്വാസത്തിന്റെ തീവ്രവും തീഷ്ണവുമായ പ്രത്യാശയുടെ വചസ്സുകൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇദ്ദേഹം ഒരു പ്രത്യാശയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെ ശരീരമാണ് ഉയർത്തു വരിക? 1, ക്രിസ്തുവിന് ഉള്ളവരുടെ ശരീരം. 2, ആരുടെ ശരീരമാണെന്നറിയാമോ? ഈ ഭൂമിയിൽ ജീവിച്ച കാലം അത്രയും ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കാതെ ശരീരത്തെ കർത്താവിന് വിട്ടുകൊടുത്തവരാരുണ്ട്? അവരുടെ ശരീരമാണ് ഉയർത്തു വരിക. ബോധ്യമായവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ആ വാക്യം ഇങ്ങനെ പറയുക, ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വെറുതെ എന്തെങ്കിലുമൊക്കെ തിന്നു കുടിച്ച് മതിച്ചു പൊളച്ച് ജീവിച്ചു പോകാനല്ല. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി വിട്ടുകൊടുക്കണം. ദൈവത്തിന് അധിവാസം ചെയ്തുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു വെച്ചുകൊണ്ട് ഇത് ദൈവത്തിന്റെ ആലയമാകണം. ആണിന്റെയും പെണ്ണിന്റെയും, വെളുത്ത ശരീരമോ കറുത്ത ശരീരമോ, നീളമുള്ളതോ നീളം കുറഞ്ഞതോ, ദളിതനാണോ സവർണനാണോ അവർണനാണോ, ആഫ്രിക്കക്കാരനാണോ അമേരിക്കക്കാരനാണോ, ഇന്ത്യക്കാരനാണോ ഇന്തോനേഷ്യക്കാരനാണോ, അതൊന്നും വിഷയമല്ല. മനുഷ്യനാണോ, അവന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. Knowing not that you are the temple of God. നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അപ്പൊ ഈ ശരീരത്തെ എത്ര പ്രായം കഴിഞ്ഞാലും ദൈവത്തിന്റെ ആലയമായി തന്നെ സൂക്ഷിക്കണം. ദുർനടപ്പിന് വിട്ടുകൊടുക്കുക. ദുർനടപ്പ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിയമവിരുദ്ധ ലൈംഗികത, ആഭാസത്തലങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ, നിയമവിരുദ്ധമായ അഴിഞ്ഞാട്ടങ്ങൾ, ധാർമ്മികത പതനങ്ങൾ, അസാൻമാർഗികത, അധാർമികത, അനാത്മീയത, ഇതെല്ലാം കൂടി ഒരുമിച്ച് പിണഞ്ഞു വരുന്ന ഒരു അധമ സംസ്കാരം. ശരീരം അരുതരുതാത്ത തൊടരുത്, പിടിക്കരുത്, കഴിക്കരുത്, കുടിക്കരുത്, ആവശ്യമില്ലാത്തത് വാരി കൊടുക്കരുത്. ഈ ശരീരത്തെ എങ്ങും മുട്ടരുത്, തട്ടരുത്, എങ്ങും പോയി ഇതിനെ മലീമസമാക്കാതെ ഇത് ദൈവത്തിൻ്റെതാണെന്ന വീണ്ടും വിചാരത്തോടെ
ജീവിക്കുന്നവരുടെ ശരീരത്തെ മരണാനന്തര കർത്താവ് ഉയർപ്പിച്ചുകൊണ്ടുവരുന്നത്. ക്രൈസ്ത ലോർഡ്. അവസരത്തിന്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് തിന്മയിലേക്ക് മൂക്കുകുത്തിപ്പോയ ഒരൊറ്റ വിശ്വാസിയുടെ ശരീരം മരണാനന്തരം കാഹളനാളിൽ ഉയർക്കത്തില്ല. ഉയർത്തുവരും. എന്നാന്നറിയാമോ? ഒന്നാം പുനരുത്ഥാനം കഴിഞ്ഞ് 1007 വർഷം കഴിഞ്ഞേ പൊങ്ങത്തുള്ളൂ. 1007 വർഷത്തിന്റെ കണക്കെന്താ? 7 വർഷം പ്രതിഫലത്തിന്റെ പെരുന്നാൾ വിഭജനം സ്വർഗത്തിൽ നടക്കുമ്പോൾ ഇവിടെ മഹോദ്രവകാലം. മഹോദ്രവകാലം കഴിഞ്ഞ് പിന്നെ 1000 വർഷം ഇവിടെ കർത്താവും വിശ്വാസിയും സഭയും കൂടെ ഇവിടെ പാർക്കും. ആ 1007 വർഷം കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടും. മനസ്സിലായില്ലേ? അഴിച്ചുവിട്ട് അവന് കുറെ പ്രതിഭാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും. അന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെ കർത്താവ് വീണ്ടും ഉയർപ്പിച്ചുകൊണ്ട് വന്ന് സാത്താനും അവർക്കും വേണ്ടി ഒരു ന്യായവിധി, വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധിക്കായി നിർത്തും. അന്നൊരു ഉയർപ്പുണ്ട്. അന്നാണ് ഉയർത്തു വരിക. ആരാ? ദുർനടപ്പിന് ശരീരത്തെ വിട്ടുകൊടുത്തവൻ. വിശ്വാസിയാണെന്ന് അവകാശപ്പെടുകയും വചനവിരുദ്ധമായ ദൈവത്തിന്റെ സനാതന വചനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടിലേക്ക് പോവുകയും ചെയ്തവരുടെ ശരീരമൊന്നും ഉയർത്തു വരില്ല. അതുകൊണ്ട് ദൈവദാസന്മാർ വേദപുസ്തകം കൊണ്ട് വിശ്വാസികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ വിശുദ്ധി വേർപാട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. വിശുദ്ധി വേർപാടും സൂക്ഷിക്കാത്ത ഒറ്റ വ്യക്തിയുടെയും ശരീരം എന്തൊക്കെ വാഴ്ത്തലുകൾ, തിരുനാളുകൾ, പെരുന്നാളുകൾ, പദയാത്ര, തീർത്ഥയാത്ര, കുന്നുകയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തിയാലൊന്നും ഈ ആത്മാവ് മോളിലെത്തത്തില്ല. അതാണ് ഇതിന്റെ വസ്തുത. വേദപുസ്തകം പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നെഞ്ചുറപ്പോടെ പറയുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ശരീരത്തെ ദൈവത്തിന് പ്രസാദമായി കൊണ്ട് നടക്കണം. 13-ാം വാക്യം അത് പറഞ്ഞിട്ട് 14 ഇങ്ങനെ പറയാം: എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. ഗംഭീരമാണ് വാക്യം എന്നറിയാം. അത് മാത്രം പഠിക്കണം. ജീവിച്ചിരുന്ന കാലത്തെ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ചാൽ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. അത് ന്യായവിധിക്ക് കൊണ്ടുപോകാനല്ല, പ്രതിഫലം തരാൻ വേണ്ടിയായിരിക്കും. കണ്ണുനീർ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. വേദന, വിങ്ങലുകൾ, ഒറ്റപ്പെടലുകൾ, നൊമ്പരങ്ങളൊക്കെ അനുഭവിച്ചിട്ടില്ലേ? അതിനെല്ലാം തക്ക പ്രതിഫലം കർത്താവ് തരേണ്ടതിന് വേണ്ടി ഉയർപ്പിച്ചു കൊണ്ടുവരും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച് ഈ ഭക്തൻ നമുക്ക് മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം. ആ രൂപാന്തരത്തിന് വേണ്ടുന്ന യോഗ്യതയെ ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെതാകണം, ദുർനടപ്പില്ലാത്ത ശരീരമാകണം. ഇവർക്കൊക്കെ ഉറക്കെ ഞാൻ പറയാം. റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവന്റെ മരണത്തിന്റെ രൂപത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ രൂപത്തോട് ഏകീഭവിക്കും. റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണം ആ ഒരേ ഒരു കർമ്മ പരിപാടി സ്നാനമാണ്. സ്നാനം, മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമെന്ന കർമ്മം വേദപുസ്തകം അനുശാസിക്കുന്ന രീതിയിൽ ഒരുവൻ ചെയ്ത് ക്രിസ്തുവിനോട് ഏകീഭവിച്ചാൽ കർത്താവ് അവന്റെ ശരീരത്തെ ഉയർപ്പിച്ചുകൊണ്ടുവരും, നിങ്ങളെ ഉയർപ്പിക്കും. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കണം. എന്തെങ്കിലും പ്രകടനം കാട്ടിക്കൂട്ടുന്ന അല്ല ആത്മാവിന്റെ ആരാധന. ആരും കൂട്ടത്തിലില്ലാതിരിക്കുമ്പോഴും പാടുന്ന ആരാധിക്കാൻ കഴിയണം. അത് കഴിയുന്ന ആർക്കാ? ആത്മാവ് ഉള്ളിലുള്ളവർക്കാണ്. മറ്റ് എല്ലാ ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, ദേശനിവാസികൾ എല്ലാവർക്കും സഭയുടെ പേരുള്ള നന്ദിയും കൃതജ്ഞതകൾ അറിയിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളെ ഭാഗ്യം ദൈവം തനിക്ക് ഒരുക്കി. കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിപ്പാനൊക്കെ വേണം ദൈവം തന്റെ ദാസനെ വിളിച്ച് വേർതിരിച്ചു. ഉന്നതമായ വിളി കേട്ട് ആ വിളി അനുസരിച്ചുകൊണ്ട്